വെച്ച കോഴിന്റെ മണം. അത് ഏതെങ്കിലും ഹോട്ടലിൽ കറി വെച്ചോണ്ടിരുന്നപ്പോ ഇറങ്ങി ഓടിയതായിരിക്കും. അതാണ് വെച്ച മണം അല്ലേ? You are watching ഒരു ഊണ് and stay healthy. 1 കിലോ ചിക്കൻ എടുത്ത് കഷ്ണങ്ങളാക്കി കഴുകി അതിലേക്ക് കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി, ചിക്കൻ മസാല 2 ടേബിൾ സ്പൂൺ, നല്ല ജീരകപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ എന്നിവ ചിക്കനിലേക്ക് നന്നായി യോജിപ്പിക്കുക. 30 മിനിറ്റിന് ശേഷം തിളച്ച എണ്ണയിൽ ചിക്കൻ കഷ്ണങ്ങൾ പാതി വേവിലെടുക്കാം. കറിക്ക് ആവശ്യമായ 4 സവാള, 1 തക്കാളി, 10 കുഞ്ഞുള്ളി, 5 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 8 കാന്താരി, 2 ടേബിൾ സ്പൂൺ ഇടിച്ച മുളക്, അല്പം കറിവേപ്പില എന്നീ ചേരുവകൾ അരിഞ്ഞുകൂട്ടി തിളച്ച എണ്ണയിൽ കറിവേപ്പില, കുഞ്ഞുള്ളി, വെളുത്തുള്ളി വഴറ്റി സവാള, തക്കാളി, കാന്താരിയും ചേർത്ത് നന്നായി വഴറ്റി ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ മല്ലിപ്പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, ഇടിച്ച മുളക് 2 ടേബിൾ സ്പൂൺ വീതം ചേർക്കുക. നന്നായി വഴറ്റി പച്ചമണം മാറിയതിന് ശേഷം പാതി വേവായ ചിക്കനും ചേർത്ത് യോജിപ്പിക്കുക. യോജിപ്പിച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കുരുമുളകും പൊടിയും ചേർത്ത് വഴറ്റുക. 1 കപ്പ് തേങ്ങാപ്പാലിൽ 20 മിനിറ്റ് വേവിക്കുക. ഉപ്പ് ആവശ്യമെങ്കിൽ ചേർക്കുക. ഞാൻ ഇപ്പോഴേ പറഞ്ഞില്ല ഇവിടെ കോഴി ഉണ്ടെന്ന്. മസാല പുരട്ടിയ 2 കഷ്ണം കോഴി തിളച്ച എണ്ണയിൽ വറുത്ത് കോരിയെടുത്ത് 2 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കറിവേപ്പിലയും ചേർത്ത് മൂടി വയ്ക്കാം. 1 മുട്ട പുഴുങ്ങി കഷ്ണിച്ച് ഉപ്പും കുരുമുളകും വിതറി ചൂട് ചോറിൽ വിളമ്പാൻ പാകമാക്കാം. അങ്ങനെ ഒരു ഊണിന് ചൂട് ചോറിൻ്റെ കൂടെ മുട്ട പുഴുങ്ങിയതും ചിക്കൻ കറിയും ചിക്കൻ റോസ്റ്റും. എല്ലാവരും ഈ കോമ്പിനേഷൻ ട്രൈ ചെയ്യൂ. ഷെയർ ഹാപ്പിനെസ്, സ്റ്റേ ഹെൽത്തി, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.